തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രി ഉൾപ്പെടെ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം. ഞായറാഴ്ചകളിലടക്കം ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമെല്ലാം പല മരുന്നുകളും കുറിപ്പടിയുമായി പുറത്തുപോയി സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. എന്നാൽ ഇക്കാര്യം അധികൃതർ നിഷേധിക്കുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പനിയും കഫക്കെട്ടുമായി വരുന്നവർക്ക് ആന്റിബയോട്ടിക്കിന് ഉൾപ്പെടെ ക്ഷാമമുണ്ടെന്നാണ് വിവരം. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്ന് വിതരണം ചെയ്യുന്നത്. മരുന്നുകൾ യഥാക്രമം ലഭിക്കാത്തതാണ് ക്ഷാമത്തിന് കാരണമെന്നാണ് അധികൃതരുടെ വാദം. അതേസമയം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അധികൃതർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. താലൂക്ക് ആശുപത്രികളിലെ കിടത്തി ചികിത്സയെപ്പോലും മരുന്നുക്ഷാമം ബാധിക്കുന്നുണ്ടെന്നും ഇവിടെ എത്തുന്നവരിൽ പലരെയും ജനറൽ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും റെഫർ ചെയ്യാറാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. പേവിഷബാധയ്ക്കുള്ള ആന്റി റാബീസ് വാക്സിനും പലയിടത്തും ക്ഷാമമുണ്ടെന്നാണ് രോഗികൾക്കൊപ്പമെത്തുന്നവരുടെ ആരോപണം. ചിലയിടത്ത് മരുന്ന് സ്റ്റോക്ക് തീരുന്ന സമയത്ത് 1-2 ദിവസത്തെ കുറവാണ് ഉണ്ടാകുന്നതെന്നും അത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് എത്തിക്കുന്നതോടെ പരിഹരിക്കപ്പെടാറുണ്ടെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. എൽസില ഹെയർ കണക്ട് സൗജന്യ കേൾവി പരിശോധന, മികച്ച ഓഡിയോളജിസ്റ്റുകളുടെ സേവനം, മികച്ച ബ്രാൻഡുകളുടെ ശ്രവണ സഹായികൾ, ഹോം വിസിറ്റ് സൗകര്യം. എൽസില ഹെയർ കണക്ട്